ഒരു ജീവിയിൽ തന്നെ സസ്തനികളുടെയും പക്ഷികളുടെയും ഉരകങ്ങളുടെയും ലക്ഷണങ്ങൾ. ഈ ജീവിയുടെ ഉരിഞ്ഞെടുത്ത തൊലിയും തലയും ആദ്യമായിട്ട് യൂറോപ്പിലെത്തിയപ്പോൾ ഇതൊരു തട്ടിപ്പാണെന്നാണ് ശരിക്കും എല്ലാവരും കരുതിയത്. ഏതോ വിദഗ്ധനായിട്ടുള്ള ഏഷ്യൻ നാവികനോ ചൈനീസ് ടാക്സിഡെർമിസ്റ്റുകളോ താറാവിൻ്റെ കൊക്ക് ബീവറിൽ തുന്നിച്ചേർത്ത് വ്യാജമായി ഉണ്ടാക്കി പറ്റിച്ചതാണ് എന്നാണ് കരുതിയത്. എന്നാൽ 2021 നേച്ചർ ജേണലിൽ അന്താരാഷ്ട്ര ശാസ്ത്ര സംഘം പ്രസിദ്ധീകരിച്ച പ്ലാറ്റിപ്പസിൻ്റെയും എക്കിഡ്നയുടെയും ജിനോം മാപ്പിംഗിൻ്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. സാധാരണ സസ്തനികൾക്ക്, നമ്മൾ മനുഷ്യർക്കടക്കം, ഒരു ജോഡി സെക്സ് ക്രോമോസോമുകളാണ് XX, XY എന്നിങ്ങനെ ആണ് ഉണ്ടാവുക. എന്നാൽ പ്ലാറ്റിപ്പസിന് 10 സെക്സ് ക്രോമോസോമുകളാണുള്ളത്, 5 Xും 5 Yയും. പുതിയ പഠനത്തിൽ ഇവയുടെ ക്രോമോസോം ഘടനയ്ക്ക് മനുഷ്യരെക്കാൾ പക്ഷികളുടെ ലിംഗനിർണയ ക്രോമോസോമുകളോടാണ് കൂടുതൽ ജനിതക സാമ്യം എന്ന് തെളിഞ്ഞു. പക്ഷികൾക്കും ഉരകങ്ങൾക്കും മുട്ടയുടെ മഞ്ഞക്കരു നിർമ്മിക്കാൻ സഹായിക്കുന്ന 3 വൈറ്റലോജനിൻ ജീനുകളുണ്ട്. മറുപിള്ള സസ്തനികൾക്ക് ഇവ 3 നഷ്ടപ്പെട്ടപ്പോൾ പ്ലാറ്റിപ്പസിൽ ഇതിൽ ഒരു ജീൻ, വൈറ്റലോജനിൻ 2, ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇവർക്ക് തോടോടുകൂടിയ മുട്ടയിടാൻ സാധിക്കുന്നത്. അതേസമയം കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാൻ സഹായിക്കുന്ന എല്ലാ പ്രധാന കേസിൻ ജീനുകളും മിൽക്ക് പ്രോട്ടീൻ ജീനുകളും പ്ലാറ്റിപ്പസിൻ്റെ ജിനോമിലുണ്ട്. അതായത് മുട്ടയിടുന്നതിനോടൊപ്പം തന്നെ സസ്തനികളുടെ പാലിൻ്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ജനിതക വ്യവസ്ഥയും ഇവക്കുണ്ട്. അതായത് ഈ സമ്പൂർണ്ണ ജിനോം മാപ്പിംഗ് റിപ്പോർട്ട് തെളിയിക്കുന്നത് പ്ലാറ്റിപ്പസ് ഒരു സാധാരണ ജീവിയല്ല, മറിച്ച് പക്ഷികളും ഉരകങ്ങളും സസ്തനികളും തമ്മിലുള്ള പരിണാമ ബന്ധത്തിൻ്റെ ജീവിക്കുന്ന ജനിതക കോഡ്, ജനറ്റിക് ബ്ലൂ പ്രിൻ്റാണ് ഇവർ എന്നാണ്. മുട്ടയിടാനുള്ള പക്ഷികളുടെ ജീനും പാലൂട്ടാനുള്ള സസ്തനികളുടെ ജീനും 10 സെക്സ് ക്രോമോസോമുകളും ഒരേ ശരീരത്തിൽ പേറുന്ന പ്ലാറ്റിപ്പസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് മോഡേൺ സയൻസ് നൽകുന്ന ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നാണ്. സ്വാഗതം ഭൂമിയിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന സസ്തനിയായ, മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസിൻ്റെ ജീവിതത്തിലേക്ക്. മുട്ടയിടുന്ന സസ്തനി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പ്ലാറ്റിപ്പസ് എക്കിഡ്ന എന്ന് വളരെ ചെറിയ ക്ലാസ്സുകളിൽ പലരെയും പോലെ ഞാനും ബൈഹാർട്ട് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളെയാണ്, മാമറി ഗ്ലാൻഡുകളുള്ള ജീവികളെയാണ് മാമൽസ്, സസ്തനികൾ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. എങ്കിൽ ഇവ എങ്ങനെയാണ് മുട്ടയിടുന്നതും അതേസമയം മുലയില്ലാതെ എങ്ങനെയാണ് പാലൂട്ടുന്നത് എന്നുമൊക്കെ ഞാൻ സങ്കല്പിച്ച് നോക്കാറുണ്ടായിരുന്നു. ചിത്രങ്ങളിൽ കണ്ടതല്ലാതെ ഈ ജീവി എത്ര വലിപ്പമുള്ളതാണെന്നോ ഇത് എവിടെയാണ് ജീവിക്കുന്നത് എന്നോ ഒന്നും അന്നറിയില്ലായിരുന്നല്ലോ. ആദ്യമായി ഒരു പ്ലാറ്റിപ്പസിൻ്റെ ടാക്സിഡെർമി സ്പെസിമെൻ ഞാൻ കാണുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ ജന്തുശാസ്ത്ര മ്യൂസിയത്തിൽ വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 50 അന്താരാഷ്ട്ര നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളുടെ ഡാറ്റാ ബാങ്കിൽ ഇടം പിടിച്ചതാണ് നമ്മുടെ മഹാരാജാസ് കോളേജിലെ മ്യൂസിയവും. അതായത് ഇന്ത്യയിൽ 1.5 നൂറ്റാണ്ട് മുമ്പ് തന്നെ പ്ലാറ്റിപ്പസിൻ്റെ ഒരു സ്പെസിമെൻ നേരിട്ട് കണ്ട് പഠിക്കാൻ ഭാഗ്യമുണ്ടായവരായിരുന്നു എറണാകുളത്ത് അന്ന് പഠിച്ച കുട്ടികൾ. അക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി ശേഖരിച്ച അത്യപൂർവമായിട്ടുള്ള ഇത്തരം ജീവികളുടെ സ്പെസിമെനുകൾ ഇപ്പോഴും വലിയ കേടുകൂടാതെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ സന്ദർശക വിലക്കുണ്ട്. പഴയ സംസ്കരണ രീതികളിൽ ഉണ്ടാക്കിപ്പെട്ട സ്പെസിമെനുകൾ ഈർപ്പവും മറ്റു പല കാലാവസ്ഥാ പ്രശ്നങ്ങളും കൊണ്ട് കേടുവരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം കുറേ വർഷങ്ങളായിട്ട് തുടരുന്നത്. 1874 മഹാരാജാസ് കോളേജ് ഒരു പൂർണ്ണ കോളേജായിട്ട് ഉയർത്തപ്പെടുന്നതിന് 1 വർഷം മുമ്പ് അന്നത്തെ രാജാസ് ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന ആൽഫ്രഡ് ഫോർസീലിയാണ് ഈ മ്യൂസിയത്തിന് തുടക്കമിട്ടത്. ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനും ഓർണത്തോളജിസ്റ്റും ഒക്കെയായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളിലും ടാസ്മാനിയയിലും മാത്രമുള്ള ഈ ജീവിയുടെ സ്പെസിമെൻ അന്നത്തെ ബ്രിട്ടീഷ് നാച്ചുറൽ ഹിസ്റ്ററി എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കൊച്ചിയിലേക്ക് കപ്പൽ മാർഗം എത്തിച്ചത്. ഏകദേശം 187 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസൻ്റൽ സസ്തനികളും സഞ്ചി ഉള്ള സസ്തനികൾ, അതായത് മാർസൂപ്പിയൽസ് എന്ന് വിളിക്കുന്ന നമ്മുടെ കങ്കാരു പോലുള്ള ജീവികളൊക്കെ ഉൾപ്പെടുന്ന ആ വിഭാഗവും ഒക്കെ പരിണമിക്കുന്നതിനു മുമ്പേ ഇവരുടെയൊക്കെ പൂർവികരിൽ നിന്നും വേർതിരിഞ്ഞ ഒരു പുരാതന ജീവവർഗമാണ് മോണോട്രീമുകൾ, അതായത് മുട്ടയിടുന്ന സസ്തനികൾ. ഓർണിത്തോറിങ്കൈഡൈ എന്ന സൂപ്പർ ഫാമിലിയിലാണ് ഇവർ ഉൾപ്പെടുക. പണ്ടിവരിൽ പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവയൊക്കെയും വംശനാശം വന്നില്ലാതായി. ഇപ്പോൾ ഓർണിത്തോറിങ്കൈഡൈ എന്ന കുടുംബത്തിൽ പ്ലാറ്റിപ്പസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ടാക്കിഗ്ലോസിഡേ എന്ന കുടുംബത്തിൽ 4 സ്പീഷീസ് എക്കിഡ്നകളും. നമുക്ക് പ്ലാറ്റിപ്പസുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. എക്കിഡ്നകളെക്കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പിന്നീട് ചെയ്യാം. പ്ലാറ്റിപ്പസ് ഭൂമിയിൽ വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമുള്ള ഒരു ജീവിയാണ്. കിഴക്കൻ ഓസ്ട്രേലിയയിലും ടാസ്മാനിയയിലും മാത്രമായിട്ടുള്ള ജീവി. അവിടെയുള്ള ശുദ്ധജലാശയങ്ങളിലെ തടാകങ്ങളിലും നദികളിലും ഒക്കെയാണ് ഇവ ഉള്ളത്. ഇവയുടെ രൂപം വല്ലാതെ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. താറാവിൻ്റെതുപോലെ തടിച്ച വീതിയുള്ള ഒരു കൊക്കാണ് ഇവർക്കുള്ളത്. പക്ഷെ അത് പക്ഷിക്കൊക്ക് പോലെ ഉറപ്പുള്ള ഒരു സാധനം കൊണ്ട് നിർമ്മിച്ചതല്ല. റബ്ബർ പോലെ മൃദുവായി തൊട്ടാൽ പതുപതുപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള വളരെയധികം സംവേദനക്ഷമമായിട്ടുള്ള
ചർമ്മം കൊണ്ട് നിർമ്മിച്ചതാണത്. അതുപോലെ കൗതുകമുള്ളതാണ് ഇവരുടെ വാല്. ബീവറിന്റെ വാല് പോലെയാണ് ഇവരുടെയും വാല്. അത് കൊഴുപ്പ് സംഭരിച്ചു വെക്കാനുള്ള ഒരു അവയവവും കൂടിയാണ്. കൂടാതെ നീന്തുമ്പോൾ ദിശ മാറ്റാനും ഒക്കെ സഹായിക്കുന്നത് ഈ തുഴ പോലെയുള്ള വാലാണ്. എന്തായാലും മൊത്തത്തിൽ ഈ ജീവിയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നീർനായയോടാണ് ഇതിന് സാമ്യം തോന്നുക. വെള്ളത്തിൽ നീന്താൻ വളരെ സഹായിക്കുന്ന വിധത്തിലാണ് ഇവയുടെ പാദങ്ങൾ. വിരലുകൾക്കിടയിൽ ഈ ചർമ്മം കൊണ്ടുള്ള ഒരു വെബുണ്ട്. ആദ്യമായിട്ട് ഈ ജീവിയെ പറ്റിയിട്ട് യൂറോപ്യർ അറിയുന്നത് 1798 ന്യൂ സൗത്ത് വെയിൽസ് ഗവർണറായിരുന്ന ക്യാപ്റ്റൻ ജോൺ ഹണ്ടർ ഒരു പ്ലാറ്റിപ്പസിന്റെ തൊലിയും അതിന്റെ ചിത്രങ്ങളും ലണ്ടനിലേക്ക് അയച്ചു. ലണ്ടനിലെ പ്രശസ്ത പ്രകൃതിശാസ്ത്രജ്ഞനായിട്ടുള്ള ജോർജ് ഷാ ഇത് കണ്ടപ്പോൾ അല്പം സംശയത്തോടെയാണ് നോക്കിയത്. ഇതൊരു യഥാർത്ഥ ജീവിയാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ആരോ താറാവിന്റെ കൊക്ക് ഒരു ബീവറിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്ത് കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പാണ് ഇത് എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊക്കിന് ചുറ്റും തുന്നലുകൾ മറ്റോ ഉണ്ടോ, തുന്നിച്ചേർത്തത് കാണാമോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ തൊലി തുരന്നോക്കുക വരെ ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രം വഴി കപ്പലിൽ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ച് സൂത്രശാലികളായിട്ടുള്ള ഏഷ്യൻ നാവികർ പറ്റിക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു സ്പെസിമെൻ ആയിരിക്കും അത് എന്നായിരുന്നു പ്രമുഖ അനാട്ടമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് നോക്സും അന്ന് പറഞ്ഞത്. എങ്കിലും പരിശോധനകളിൽ നിന്നും അതൊരു വ്യാജ സ്പെസിമെൻ അല്ല, ശരിക്കും യഥാർത്ഥമായിട്ടും അത്തരത്തിലുള്ള ഒരു ജീവിയുടേത് തന്നെയാണ് എന്ന് അവസാനം ഉറപ്പിച്ചു. എങ്കിലും പിന്നീട് 90 വർഷത്തോളം ശാസ്ത്രലോകത്ത് കാര്യമായിട്ടുള്ള ചർച്ചയും തർക്കങ്ങളും നടന്നു. ഇത് മുട്ടയിടുന്ന ജീവിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ. 1884 വില്യം ഹെയ് കാൾഡ്വെൽ എന്ന സ്കോട്ടിഷ് സുവോളജിസ്റ്റ് അവിടെയുള്ള ആദിമ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ദീർഘനാളുകൾ നടത്തിയ അന്വേഷണത്തിലാണ് അവസാനം പ്ലാറ്റിപ്പസ് മുട്ടയിടുന്നത് നേരിട്ട് കാണുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ലണ്ടനിലേക്ക് ടെലഗ്രാം അടിച്ചു. മോണോട്രീമസ് ഓവിപാരസ് ഓവോമിറോബ്ലാസ്റ്റിക് എന്ന്, അതായത് മോണോട്രീമുകൾ മുട്ടയിടുന്നവയാണ് എന്ന് ഉറപ്പിച്ചോളൂ എന്ന്. അതോടുകൂടിയാണ് ആ തർക്കം ഒന്ന് അവസാനിച്ചത്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് പ്ലാറ്റിപ്പോസ് എന്ന പേര് ഇതിന് ലഭിക്കുന്നത്. പ്ലാറ്റി എന്നാൽ പരന്ന എന്നും പോസ് എന്നാൽ കാൽ എന്നുമാണ് അർത്ഥം. എന്നാൽ ഈ പ്ലാറ്റിപ്പസ് എന്ന ശാസ്ത്രീയ നാമം മുന്നേ തന്നെ ഒരു തരം ബാർക്കി ബീറ്റിലുകൾക്ക് നൽകിയതിനാൽ പിന്നീട് ഇത് മാറ്റേണ്ടി വന്നു. നിലവിൽ പ്ലാറ്റിപ്പസിന്റെ ശാസ്ത്രീയ നാമം ഓർണിത്തോറിംഗസ് അനാറ്റിനസ് എന്നാണ്. ഓർണിത്തോറിംഗസ് എന്നാൽ പക്ഷിയുടെ ചുണ്ടുള്ളത് എന്നും അനാറ്റിനസ് എന്നാൽ ലാറ്റിനിൽ താറാവിനെ പോലെയുള്ളത് എന്നുമാണ് അർത്ഥം. പ്ലാറ്റിപ്പസിന്റെ ഒതുങ്ങിയ സ്ട്രീംലൈൻ ആയിട്ടുള്ള ശരീരത്തിൽ ഇടതൂർന്ന് തവിട്ട് നിറത്തിലുള്ള രോമങ്ങളാണുള്ളത്. വളരെ ചെറിയ രോമങ്ങൾ. ഈ കുഞ്ഞു രോമങ്ങൾക്കിടയിൽ വായു തങ്ങി നിൽക്കുന്നത് കാരണം അതായത് ഒരു ഇൻസുലേറ്റർ പോലെ അത് പ്രവർത്തിക്കും. കരയിലായാലും വെള്ളത്തിലായാലും ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ അതിന് പറ്റും. നീർനായികൾ, ഓട്ടേഴ്സ് കഴിഞ്ഞാൽ സസ്തനികളിൽ ഏറ്റവും കൂടുതൽ രോമസാന്ദ്രതയുള്ള തൊലിയുള്ള ജീവി പ്ലാറ്റിപ്പസ് ആണ്. ഇതിൻ്റെ മൂക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നാസരന്ധ്രങ്ങൾ. മൂക്കിന് തൊട്ട് പിറകിലായിട്ടുള്ള ഒരു ചെറിയ ചർമ്മ മടക്കിലാണ് കണ്ണുകളും ചെവികളും ഉള്ളത്. വെള്ളത്തിനടിയിൽ നീന്തുമ്പോൾ ഈ അടപ്പ് ഉപയോഗിച്ച് കണ്ണും ചെവിയും ഒക്കെ പൂർണ്ണമായിട്ടും അടച്ചു പിടിക്കാൻ ഇവർക്ക് പറ്റും. ഇവയുടെ പരന്ന വാലിന് ബീവറുകളുടെ വാലുകളോട് സാമ്യമുണ്ടെങ്കിലും ശൽക്കങ്ങൾക്ക് പകരം ഇതിൽ രോമങ്ങളാണുള്ളത്. ഇവയുടെ ചെറിയ കാലുകൾ ഉരകങ്ങളെ പോലെ വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലാണുള്ളത്. അവയുടെ കാലുകളുടെ വിരലുകൾക്കിടയിൽ ഒരു തരം വെബ് ചർമ്മം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മുൻകാലുകളിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. കരയിലൂടെ നടക്കുമ്പോൾ ഈ ചർമ്മത്തിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടി കാലുകൾ മടക്കി വിരലുകളുടെ മുട്ടുകൾ നിലത്ത് കൊള്ളിച്ചാണ് ഇവ നടക്കുക. എന്തായാലും പ്ലാറ്റിപ്പസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനം അവയുടെ ആ നീണ്ടു പരന്ന കൊക്ക് തന്നെയാണ്. പറഞ്ഞല്ലോ, കാഴ്ചയിൽ അത് കണ്ടാൽ താറാവിൻ്റെ കൊക്ക് പോലെ തോന്നുമെങ്കിലും അത് ഒട്ടും കട്ടിയുള്ളതല്ല. വളരെ മൃദുവായിട്ടുള്ള ചർമ്മം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാന അവയവവും. പ്ലാറ്റിപ്പസുകൾ ഇര തേടുന്നത്, വേട്ടയാടുന്നത് ഈ അത്ഭുതകരമായിട്ടുള്ള മൂക്കുള്ളത് കൊണ്ട് മാത്രവുമാണ്. അതായത് ഈ മൂക്കിൻ്റെ ഇലക്ട്രോ ലൊക്കേഷൻ, ഇലക്ട്രോ റിസപ്ഷൻ ശേഷിയാണ് അവയെ ഇര തേടാൻ സഹായിക്കുന്നത്. വെള്ളത്തിൽ മറ്റു ജീവികൾ ചലിക്കുന്നത് അവയുടെ മസിലുകൾ പതുക്കെ അനക്കിയാണല്ലോ. അപ്പോൾ ജലത്തിൽ അതിസൂക്ഷ്മമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാകും. അത് പ്ലാറ്റിപ്പസിൻ്റെ ഈ മൂക്ക് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അതായത് കാണാതെ, കേൾക്കാതെ, മണക്കാതെ ഇരയുടെ സാന്നിധ്യം അറിയാൻ പ്ലാറ്റിപ്പസിന് പറ്റും. സാധാരണയായിട്ട് സ്രാവുകൾ, ചിലയിനം മത്സ്യങ്ങൾ തുടങ്ങിയ ജലജീവികളിൽ മാത്രമാണ് ഈ സവിശേഷ കഴിവ് കണ്ടുവരുന്നത്. എന്നാൽ ഈ കഴിവ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു സസ്തനിക്ക് വികസിച്ചു വന്നത് പരിണാമത്തിലെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പ്ലാറ്റിപ്പസ് ഇര തേടി വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ഒപ്പം തന്നെ അവയുടെ കണ്ണുകളും ചെവികളും ഒക്കെ പ്രത്യേക ചർമ്മ മടപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടച്ചു പിടിക്കുമെന്ന് പറഞ്ഞല്ലോ. അതായത് വെള്ളത്തിനടിയിൽ അവ കണ്ണടച്ചാണ് നീന്തുന്നത്. ചെളി നിറഞ്ഞതോ ഇരുണ്ടതോ ആയിട്ടുള്ള നദിയുടെ അടിത്തട്ടിൽ കാഴ്ചയോ കേൾവിയോ മണമോ ഒന്നുമില്ലാതെയാണ് ഇവ ഇര തേടുന്നത്. അപ്പോഴാണ് ഈ മൂക്കിലെ ഇലക്ട്രോ ലൊക്കേഷൻ സഹായത്തിനെത്തുന്നത്. ഈ മൃദുവായ മൂക്കിൽ 2 തരത്തിലുള്ള ലക്ഷക്കണക്കിന് സംവേദകോശങ്ങളുണ്ട്. 40,000-ഓളം ഇലക്ട്രോ റിസപ്റ്ററുകളും 60,000-ഓളം മെക്കനോ റിസപ്റ്ററുകളും.
ചുണ്ടിലെ തൊലിപ്പുറത്തുള്ള മ്യൂക്കസ് ഗ്രന്ഥിയിലാണ് ഇലക്ട്രോ റിസപ്റ്ററുകൾ ഉള്ളത്. വെള്ളത്തിനടിയിലെ ജീവികളുടെ പേശി ചലനങ്ങൾ വഴി ജലത്തിലുണ്ടാകുന്ന അതിസൂക്ഷ്മമായ വൈദ്യുത തരംഗങ്ങളെ ഇവ തിരിച്ചറിയുന്നു. ഒരു ചെറിയ പുഴുവോ കൊഞ്ചോ അനങ്ങുമ്പോഴുണ്ടാകുന്ന വളരെ കുറഞ്ഞ മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട് അളവിലുള്ള വൈദ്യുത സ്പന്ദങ്ങൾ പോലും ഇതിലൂടെ അവർക്കറിയാനാവും. ചുണ്ടിലെ പുഷ് റോഡ് ഗ്രന്ഥികളിലുള്ള മെക്കനോ റിസപ്റ്ററുകൾ ജലത്തിലെ മർദ്ദവ്യത്യാസങ്ങളും ചലനങ്ങളും തിരിച്ചറിയുന്നു. അതായത് ഇര അനങ്ങുമ്പോഴുണ്ടാകുന്ന വൈദ്യുത തരംഗം പ്രകാശവേഗത്തിലും ജലതരംഗം താരതമ്യേന കുറഞ്ഞ വേഗതയിലുമാണല്ലോ ഈ ചുണ്ടിലെത്തുക. ആ മില്ലി സെക്കൻഡ് സമയവ്യത്യാസവും ചുണ്ടിന്റെ രണ്ട് വശങ്ങളിലും ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യത്യാസവും അളന്നാണ് ഇര എവിടെയാണെന്ന് തലച്ചോറ് കൃത്യമായിട്ട് കണക്കാക്കുന്നത്. കരജീവികളിൽ നിന്നും പൂർണ്ണമായിട്ടും ശുദ്ധജല ആവാസ വ്യവസ്ഥയിലേക്ക് ഇരതേടൽ മാറ്റിയപ്പോൾ ഇരുണ്ടതും ചെളി നിറഞ്ഞതുമായിട്ടുള്ള വെള്ളത്തിൽ അതിജീവിക്കാൻ ഈ സവിശേഷ കഴിവുള്ളവ, അതായത് ഈ തരത്തിലുള്ള ഒരു അനുകൂലനം ലഭിച്ചവ അതിജീവിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഇങ്ങനെ പ്ലാറ്റിപ്പസായി മാറി എന്ന സാരം. മോണോട്രീമുകളിൽ എക്കിഡ്നക്കും പ്ലാറ്റിപ്പസിനും ഈ കഴിവുണ്ടെങ്കിലും പ്ലാറ്റിപ്പസിന്റെ ചുണ്ടിലാണ് ഈ ഇലക്ട്രോ റിസപ്റ്ററുകൾ ഇത്രയും സങ്കീർണമായും ശക്തമായും വികസിച്ചിട്ടുള്ളത്. കൗതുകരമായിട്ടുള്ള കാര്യം, മുതിർന്ന പ്ലാറ്റിപ്പസുകൾക്ക് പല്ലുകളില്ല. ഇവ ഇരയോടൊപ്പം ചെറിയ കല്ലുകളും മണ്ണുമൊക്കെ വായിലാക്കി താടിയെല്ലുകൾക്കിടയിൽ വെച്ച് അവ ഉരച്ച് അരച്ച് ആണ് അവയെ കഴിക്കുന്നത്. അതുപോലെ പ്ലാറ്റിപ്പസുകൾക്ക് ആമാശയമില്ലെന്നും പറയാം. പ്രോട്ടീൻ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള പെപ്സിൻ, പ്രോട്ടീസുകൾ സ്രവിപ്പിക്കാനും നിർമ്മിക്കാനും ആവശ്യമായ ജീനുകൾ ഇല്ലാത്തതിനാൽ ഇവർക്ക് നമ്മളെപ്പോലെയുള്ള ഒരു ആമാശയം, ഫങ്ഷണൽ സ്റ്റൊമക്ക് ഇല്ല. ദഹന വ്യവസ്ഥയിൽ കുടലുകളിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ വേണ്ട ഒരു പ്രത്യേക സഞ്ചി പോലെയുള്ള ഒരു ഭാഗമുണ്ട് എന്ന് മാത്രം. മറ്റു സസ്തനികളെക്കാൾ കുറഞ്ഞ ശരീര താപനിലയാണ് ഇവർക്കുള്ളത്, 32 ഡിഗ്രി സെൽഷ്യസ് മാത്രം. ഇത് വെള്ളത്തിനുള്ളിലുള്ള ജീവിതത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന് സഹായിക്കുകയും ചെയ്യും. ശരീരത്തിനുള്ളിൽ, വേണമെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ എന്ന് പറയാം, ഏകദേശം 28 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പെൺ പ്ലാറ്റിപ്പസ് 1 മുതൽ 3 വരെ മൃദുവായ തോടുള്ള മുട്ടകളിടും. പുറത്തു വരുന്ന മുട്ടകൾക്ക് 10 ദിവസത്തെ അടയിരിപ്പ് വേണം അത് വിരിയാൻ. ഈ സമയത്ത് പെൺ പ്ലാറ്റിപ്പസ് ആ മുട്ടകൾക്ക് ചുറ്റും ശരീരം വളച്ചു പിടിച്ച് ചുരുണ്ട് കിടന്ന് ചൂട് നൽകുകയാണ് ചെയ്യുക. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബീൻസിന്റെ വലിപ്പം മാത്രമേ ഉണ്ടാവൂ. കണ്ണ് കീറാതെ, രോമം കുത്താതെ, തീർത്തും നിസ്സഹായരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പ്ലാറ്റിപ്പസിൻ്റേത്. ആദ്യത്തെ 4 ദിവസം ഇവരുടെ ശരീരത്തിൽ തന്നെ ബാക്കിയുള്ള ചെറിയൊരു യോക്ക് സാക്കിൽ നിന്നുള്ള പോഷകങ്ങളാണ് ഇവ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നീട് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവയുടെ അമ്മയുടെ പാലിൽ നിന്നാണ് നേടുന്നത്. പ്ലാസന്റൽ സസ്തനികളുടെ മുലപ്പാലിനേക്കാൾ കട്ടിയുള്ളതാണ് പ്ലാറ്റിപ്പസിൻ്റെ പാൽ. മുലക്കണ്ണുകളില്ലാത്തതിനാൽ അമ്മയുടെ വയറിലെ ചർമ്മങ്ങളിലെ ചെറു സുഷിരങ്ങളിലൂടെ ഊറി വരുന്ന വിയർപ്പ് പോലെയുള്ള പാൽ രോമങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ നക്കി കുടിക്കുകയാണ് ചെയ്യുക. ഏകദേശം 4 മാസത്തോളം കുഞ്ഞുങ്ങൾ ഈ പാൽ കുടിച്ച് വളരും. മാളത്തിന് പുറത്തിറങ്ങി സാധാരണയായിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം ഇവ സ്വയം ഭക്ഷണം തേടാൻ തുടങ്ങും. പകൽ സമയങ്ങളിൽ നദിക്കരകളിലെ പൊത്തുകളിൽ കഴിച്ചുകൂട്ടുകയും രാത്രിയിൽ ഭക്ഷണം തേടുകയും ചെയ്യുകയാണ് ഇവയുടെ രീതി. സസ്തനികളിൽ വിഷമുള്ള ജീവികൾ വളരെ അപൂർവമായിട്ട് മാത്രമാണുള്ളത്. ചിലയിനം കുട്ടിത്തേവാങ്കുകൾ, ചിലയിനം ഷ്രൂകൾ ഒക്കെയാണ് ഇത്തരത്തിൽ വനമുള്ള സസ്തനീനങ്ങൾ. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പ്ലാറ്റിപ്പസിൻ്റെ ഈ വിഷ വ്യവസ്ഥ. അത് വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗത്തിനുള്ളതാണ്, വ്യത്യസ്തമായിട്ടുള്ള ജൈവിക ഘടനയുള്ളതുമാണ്. ആൺ പെൺ പ്ലാറ്റിപ്പസുകൾ കുഞ്ഞായിരിക്കുമ്പോൾ അവയുടെ പിൻകാലുകളിൽ രണ്ടിനും ചെറിയ മുള്ളുകൾ, സ്പെറുകൾ കാണപ്പെടും. എന്നാൽ വളർച്ചയെത്തുമ്പോൾ പെൺ പ്ലാറ്റിപ്പസുകളിൽ ഇത് കൊഴിഞ്ഞു പോകും. ആൺ പ്ലാറ്റിപ്പസുകൾക്ക് മാത്രമേ പിന്നീട് ആ മുള്ളുകൾ ഉണ്ടാവുള്ളൂ. അതായത് ആൺ പ്ലാറ്റിപ്പസിൻ്റെ പിൻകാലുകളിൽ രണ്ടിലും കണങ്കാലിന് സമീപത്തായിട്ട് 1.5 സെന്റിമീറ്റർ നീളമുള്ള പൊള്ളയായിട്ടുള്ള അസ്ഥിമുള്ളുകൾ, കാൽക്കാനിയസ് സ്പെർ ഉണ്ടാകും. വയറിലെ തുടഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൂറൽ ഗ്രന്ഥികളിലാണ് ഈ വെനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ നിന്നും ചെറിയ നാളി വഴി ഈ വെനം ഈ സ്പെറുകളിലേക്ക്, മുള്ളുകളിലേക്ക് എത്തും. ആക്രമിക്കുമ്പോൾ ഈ പിൻകാലുകൾ പരസ്പരം ശക്തിയായി അടുപ്പിച്ച് ഇരയുടെ ശരീരത്തിലേക്ക് ഈ മുള്ള് തറച്ചു കയറ്റും. അങ്ങനെ വെനം കടത്തിവിടും. പാമ്പുകളും തേളുകളും ഒക്കെ ഇരപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വെനം ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലാറ്റിപ്പസ് ഒരിക്കലും ഇരപിടിക്കാൻ വേണ്ടിയിട്ട് വെനം ഉപയോഗിക്കുന്നില്ല. അവയുടെ ഇരകൾ എന്ന് പറയുന്നത് ചെറിയ കൊഞ്ചുകളും പുഴുക്കളും ഒക്കെ ആണല്ലോ. അതുപോലെ ആൺ പ്ലാറ്റിപ്പസിന്റെ വിഷഗ്രന്ഥി വർഷം മുഴുവൻ ഒരേപോലെ അല്ലതാനും. പ്രജനനകാലം മാത്രമേ ഇതിൽ പൂർണ്ണതോതിൽ വിഷമുണ്ടാവുള്ളൂ, വെനമുണ്ടാവുകയുള്ളൂ. അതായത് ഇത് ഇണചേരലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ഉപയോഗത്തിന് വേണ്ടി പരിണമിച്ചുണ്ടായതാണ്. സ്വന്തം അതിർത്തി കാക്കാനും ഇണകളെ ആകർഷിക്കാനും മറ്റ് ആൺ പ്ലാറ്റിപ്പസുകളുമായിട്ട് നടത്തുന്ന കടുത്ത പോരാട്ടത്തിലും ഈ വിഷമുള്ള ഇവരെ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഈ വിഷം മനുഷ്യനെ കൊല്ലാൻ തക്ക ശേഷിയുള്ളതല്ലെങ്കിലും സങ്കല്പിക്കാനാകാതത്ര കഠിനമായിട്ടുള്ള വേദന ഉണ്ടാക്കും. മോർഫിൻ പോലെയുള്ള ശക്തമായിട്ടുള്ള വേദന സംഹാരികൾ ഉപയോഗിച്ചാൽ പോലും കുറയാതത്ര കടുത്ത വേദന.
കൂടാതെ മാസങ്ങളോളം ആ വേദനയും നീർക്കെട്ടുമൊക്കെ നിലനിൽക്കുകയും ചെയ്യും. പ്ലാറ്റിപ്പസ് ജിനോം പഠനങ്ങൾ കാണിക്കുന്നത് ഉരകങ്ങളുടെ, പാമ്പുകളുടെയൊക്കെ വെനവും പ്ലാറ്റിപ്പസിന്റെ വെനവും ഒരേ പൂർവികരിൽ നിന്നും പാരമ്പര്യമായിട്ട് വന്നതല്ല എന്നാണ്. സ്വന്തം ശരീരത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടീനുകളെ രൂപാന്തരപ്പെടുത്തി തികച്ചും സ്വതന്ത്രമായിട്ട് വികസിച്ചതാണ് ഈ വെനം. കൺവെർജന്റ് എവല്യൂഷന്റെ മികച്ച ഒരു ഉദാഹരണമാണിത്. ആൺ പ്ലാറ്റിപ്പസുകൾക്ക് ശരാശരി 50 സെന്റിമീറ്ററോളം നീളവും 1.7 കിലോഗ്രാമോളം ഭാരവുമാണ് ഉണ്ടാവുക. പെൺ പ്ലാറ്റിപ്പസുകൾ അത്ര വലിപ്പമുണ്ടാവില്ല. ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പ്രാണികൾ, ലാർവകൾ, പുഴുക്കൾ, ചെമ്മീനുകൾ, ചിപ്പികൾ, മീൻമുട്ടകൾ എന്നിവയൊക്കെയാണ് ഇവ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുക. അതായത് നല്ല മാംസാഹാരികൾ മാത്രമാണിവർ. പിടികൂടുന്ന ഇരകളെ കുരങ്ങന്മാരെ പോലെ കവിൾ സഞ്ചിയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. വന്യതയിൽ ഇവയുടെ ആയുസ് ഏകദേശം 24 വർഷമാണെങ്കിൽ ഇവയെ ക്യാപ്റ്റിവിറ്റിയിൽ 30 വർഷത്തോളം ജീവിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഉടുമ്പുകൾ, ഗോവാനകൾ, മറയക്കോട് മത്സ്യങ്ങൾ, കാർപ്പറ്റ് പാമ്പുകൾ, പരുന്തുകൾ, മുതലകൾ, കുറുക്കന്മാർ ഒക്കെ പ്ലാറ്റിപ്പസുകളെ വേട്ടയാടാറുണ്ട്. ചിലയിനം ഈൽ മത്സ്യങ്ങളും ഇവരെ ഭക്ഷിക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ ഇവയുടെ കൊഴുപ്പും പോഷകവും നിറഞ്ഞ വാലിന് വേണ്ടിയിട്ടായിരുന്നു കാര്യമായിട്ടും പ്ലാറ്റിപ്പസുകളെ പിടികൂടിയിരുന്നത്. യൂറോപ്യൻ കോളനിവൽക്കരണത്തോടു കൂടിയിട്ട് ഇവയുടെ രോമത്തിനു വേണ്ടിയായി പിന്നെയുള്ള വേട്ട. 2ാം ലോക മഹായുദ്ധകാലത്ത് പസഫിക് മേഖലയിൽ ജപ്പാനിൽ നിന്നും ഓസ്ട്രേലിയ വലിയ സുരക്ഷാ ഭീഷണി നേരിട്ട കാലമായിരുന്നല്ലോ. ഈ കാലത്ത് സഖ്യകക്ഷികളിൽ നിന്നും, പ്രത്യേകിച്ചിട്ടും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൂടുതൽ സൈനിക സഹായവും ആയുധവും ലഭിക്കാൻ വേണ്ടി ഒരു നയതന്ത്ര സമ്മാനമായി ജീവനുള്ള പ്ലാറ്റിപ്പസുകളെ അവിടത്തേക്ക് അയക്കാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചു. ബ്രിട്ടന്റെ സൈനിക സഹായം ഉറപ്പിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് സമ്മാനമായി അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരുള്ള ഒരു പ്ലാറ്റിപ്പസിനെയായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാമധ്യേ ഇവ സഞ്ചരിച്ച കപ്പലിനെ ജർമ്മൻ യു ബോട്ടുകൾ ആക്രമിക്കുകയും നാവികർ പ്രയോഗിച്ച ഡെപ്ത് ചാർജ് സ്ഫോടനങ്ങളുടെ ആഘാതം താങ്ങാനാവാതെ തണുപ്പ് കൊണ്ടുമൊക്കെ ആ പ്ലാറ്റിപ്പസ് കപ്പലിൽ വെച്ച് തന്നെ ചത്തുപോയിരുന്നു. എന്തായാലും ശാസ്ത്രം ഒരു കാലത്ത് വ്യാജനെന്ന് കരുതി തള്ളിക്കളയാൻ ശ്രമിച്ച ഒരു ജീവി ഇന്ന് ഭൂമിയിലെ ജീവപരിണാമത്തിന്റെ ഏറ്റവും വലിയ തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ആവാസ വ്യവസ്ഥയുടെ നാശവും മൂലം ഓസ്ട്രേലിയയിൽ ദേശീയ തലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയായി ഇവയെ പ്രഖ്യാപിച്ചു. ത്രെട്ടൻഡ് അല്ലെങ്കിൽ വൾനറബിൾ എന്ന വിഭാഗത്തിൽ. ആഗോളതലത്തിൽ IUCN നിയർ ത്രെട്ടൻഡ് വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് വർഷത്തിന്റെ പരിണാമചരിത്രം പേറുന്ന ഇത്തരം വിസ്മയങ്ങളെ കുറ്റിയേറ്റു പോകാതെ സൂക്ഷിക്കുക എന്നതുകൂടിയാണ് മനുഷ്യരായ നമ്മുടെ കടമ. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള സസ്തനികൾ മുതൽ സൂക്ഷ്മജീവികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.